ഇന്ന് സംഭവിച്ചു തുടങ്ങുന്നു. SSLC ഫലം അല്പം മുൻപാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചത്. 99.69 വിജയശതമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം നേരത്തെ ഇക്കുറി ഫലപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വിജയശതമാനം കോട്ടയം ജില്ലയിൽ, കുറവ് തിരുവനന്തപുരത്ത്. ഏതായാലും കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ കുറവ് വിജയശതമാനത്തിലുണ്ടെങ്കിൽ പോലും മികച്ച വിജയം എന്ന തരത്തിലേക്ക് തന്നെയാണ് ഇത്തവണത്തെയും ഫലത്തെ വിലയിരുത്തുന്നത്. ഏറ്റവും കൂടുതൽ A+ മലപ്പുറം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിജയശതമാനം എന്ന് പറയുമ്പോൾ പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ 100% വിജയം എന്നുള്ളത് കൂടി നേട്ടത്തെ എടുത്തു പറയേണ്ടുന്ന നേട്ടമായി മാറുകയും ചെയ്യുന്നു. അല്പസമയം മുൻപ് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഫലം പ്രഖ്യാപിച്ചത്. ഈ നിമിഷം മുതൽ വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റുകളിലൂടെ തങ്ങളുടെ ഫലം എന്ത് എന്നതറിയാൻ കഴിയും. വിവിധ സ്കൂളുകളിൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ തിരക്ക്, ആഘോഷം, മധുര വിതരണം അതെല്ലാം നമുക്ക് തത്സമയം കാണാൻ കഴിയുന്നുണ്ട്. അജീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജീഷ്, ഏത് സ്കൂളിലാണുള്ളത്? അവിടെ ഇപ്പോൾ എന്താണ് ഈ കുട്ടികളുടെ ഫലം അവർ അറിഞ്ഞു തുടങ്ങിയോ? 4 മണി മുതലാണല്ലോ സൈറ്റുകളിൽ ഫലപ്രഖ്യാപനം വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ്. ഇവിടെ 4 മണിക്ക് തന്നെ ഇപ്പം ഫലം അറിഞ്ഞു തുടങ്ങി. കുട്ടികളൊക്കെ ഈ മൊബൈൽ ഫോണിലൊക്കെ നോക്കി അവരുടെ ഫലം അറിഞ്ഞു തുടങ്ങി. ഇപ്പൊ ചില കുട്ടികളൊക്കെ കാണാം, അവരെ സന്തോഷം കൊണ്ട് കണ്ണീര്. എന്താണ് റിസൾട്ട് നോക്കിയോ? നോക്കി. എന്താണ് ഫലം? ഫുൾ A+. ആണ്. അമ്മ കൂടെ ഉണ്ട്? ആരെ കൂടെ ഉള്ളത്? അമ്മ അവിടെ ഉണ്ട്. സന്തോഷം കൊണ്ടാണ് കണ്ണീർ കരയുന്നത്. പ്രതീക്ഷയില്ല ഇത്രയും എഴുതിയത്? എനിക്കറിയില്ല ഇത്രയും കിട്ടുമെന്ന്. കിട്ടും, പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഓക്കെ, അപ്പൊ കൺഗ്രാജുലേഷൻസ്. അപ്പൊ ഇങ്ങനെ കുട്ടികളെല്ലാവരും ഇങ്ങനെ നോക്കി അതിന്റെ സന്തോഷമാണ് ഇപ്പോൾ നമുക്കിവിടെ ചുറ്റും കാണുന്നത്. കാരണം അത്രയും പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു വിജയമാണ്. ഇപ്പൊ നിങ്ങളൊക്കെ റിസൾട്ട് വന്നോ? നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഇപ്പോ എങ്ങനെ ചില കുട്ടികളൊക്കെ ആയാലും മൊബൈൽ ഫോണിൽ അതിന്റെ രജിസ്റ്റർ നമ്പറൊക്കെ അഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില ആഹ്ലാദം കാണാം. കാരണം അവര് എഴുതിയ ആ ഒരു ആത്മവിശ്വാസമാണ്, ആ ഒരു സന്തോഷമാണ് ആ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. ഇപ്പൊ ഒരു അമ്മയും മകളും അവർ റിസൾട്ട് അറിഞ്ഞിട്ടുണ്ട്. ചേച്ചി, മോൾക്ക് റിസൾട്ട് എത്രയാണ്? ഫുൾ A+ ആണ്. ഫുൾ A+ ആണ്. എവിടുത്തെ സ്ഥലം? എവിടെയാ? കാട്ടാക്കട എന്നാണ് വരുന്നത്. മോളുടെ പേരെന്താ? നന്ദന. സന്തോഷല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അവരുടെ ഒരു സന്തോഷം. കാരണം കുട്ടികളൊക്കെ വലിയ ആഹ്ലാദം അവരുടെ ഒരു റിസൾട്ട് ഫലം മൊബൈൽ ഫോണിൽ നോക്കി അറിയുമ്പോൾ. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ 560 പെൺകുട്ടികളാണ് എഴുതിയത്. കഴിഞ്ഞ തവണ 99.9% ഇവിടുത്തെ വിജയ ശതമാനം. ഇത്തവണയും അത് ആവർത്തിക്കും. ഇത്തവണ 100% വിജയം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ രണ്ടാമത്തെ സ്കൂളാണ് കോട്ടൺ ഹിൽ സ്കൂള്. ആദ്യം പട്ടം സെന്റ് മേരീസ് ആണ്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പരീക്ഷ എഴുതിയ, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ്. എന്തായാലും കുട്ടികളൊക്കെ റിസൾട്ട് നോക്കി അതിനുള്ള പ്രത്യേക സംവിധാനം സ്കൂളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോൺ തന്നെ ഇതെല്ലാം അറിയാനുള്ള ഒരു സംവിധാനമുണ്ട്. ആഹ്ലാദം, ആ ഒരു ആഹ്ലാദമാണ് കാണുന്നത്. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും അനുജ, കുട്ടികളുടെ റിസൾട്ടൊക്കെ ഇപ്പോൾ അറിഞ്ഞു വരുന്നുണ്ട്, കുട്ടികൾ നോക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് കുട്ടികൾ വീടുകളിൽ ഇരുന്ന് ഈ റിസൾട്ട് നോക്കുന്നുമുണ്ട്. അജീഷ്, എനിക്ക് തോന്നുന്നു അല്പസമയത്തിനകം മന്ത്രി അങ്ങോട്ടേക്ക് എത്തും എന്ന് തോന്നുന്നു, അല്ലേ? അനുജ, എന്തായാലും ഈ PRDയിലായിരുന്നു മന്ത്രി ഈ ഫലപ്രഖ്യാപനം നടത്തി. അതിനുശേഷം മന്ത്രി എത്തുന്ന ആദ്യത്തെ സ്കൂളാണ് കോട്ടൺ ഹിൽ സ്കൂൾ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാരണം മന്ത്രി നേരിട്ടെത്തി ഈ വിദ്യാർത്ഥികളുടെ വിജയം കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ മധുരമടക്കം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിന്റെ പ്രിൻസിപ്പൽ നമ്മളോടൊപ്പം ഉണ്ട്. മാഡം, ഇവിടുത്തെ സ്കൂളിന്റെ മൊത്തത്തിലുള്ള റിസൾട്ട് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, 4 മണിക്ക് ശേഷം കിട്ടും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇൻഡിവിജ്വൽ ലോഗിലൂടെ കുട്ടികൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്, അവരുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കുട്ടികളൊക്കെ ഓരോരുത്തർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണിലൊക്കെ. ഫുൾ A+, നോക്കിയവർക്കെല്ലാം ഫുൾ A+ ഉണ്ട്. അതിന്റെ സന്തോഷത്തിലാണ് കുട്ടികളെല്ലാവരും. കൂടുതൽ കുട്ടികൾക്ക് ഫുൾ A+ ആണ്. അതെ. മിനിസ്റ്റർ ഇപ്പൊ നേരിട്ട് വന്ന്, മിനിസ്റ്ററുടെ കൂടെ മറ്റാരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ? മിനിസ്റ്റർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം അതാണ് കോട്ടൺ ഹിൽ സ്കൂളിന്റെ പ്രിൻസിപ്പളാണത്. മിനിസ്റ്ററും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും അടക്കമുള്ളവർ ഇവിടെ എത്തി ഈ വിജയം അവർ മധുരം കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കും. കുട്ടികളെപ്പോഴും ഈ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട്. ചിലർക്ക് അതിന്റെ സാങ്കേതിക തടസ്സം കാരണം ചിലർക്ക് വൈകുന്നുണ്ട്. പക്ഷേ ഈ ഓരോ ഭാഗത്തു നിന്ന് ഈ ചില സൈഡുകളിലൊക്കെ ഈ അപ്പോഴപ്പോഴും ഈ ആർപ്പ് വിളിയൊക്കെ കേൾക്കാം. അത് ഓരോരുത്തരായിട്ട് റിസൾട്ട് അറിയുന്നതാണെന്ന് അത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ നമ്മളൊക്കെ പരീക്ഷ എഴുതിയ കാലത്ത് വലിയ ടെൻഷനോടെയായിരുന്നു ഈ 10ാം ക്ലാസ് പരീക്ഷ ഫലം വരുന്ന ദിവസം നോക്കിയിരുന്നത്. പക്ഷേ ഇവിടുത്തെ കുട്ടികളൊന്നും ആ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അത്രത്തോളം ആത്മവിശ്വാസം അവർ പരീക്ഷ എഴുതിയതിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികൾ ഇവിടെ എത്തി പരീക്ഷാ ഫലം നേരിട്ട് അറിയുന്നുണ്ട്. ആ സന്തോഷം അവർ അധ്യാപകരോടൊപ്പം രക്ഷിതാക്കൾക്കൊപ്പം ആഘോഷിക്കുന്നുമുണ്ട്. അനുജ.
തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു അജീഷ്. അവിടെ കുട്ടികൾ അവരുടെ ഫലം അറിയുന്നു, ചിലർ വികാരാധീനരാകുന്നു. സന്തോഷം കൊണ്ട് മുഴുവൻ A+ കിട്ടിയത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന കുട്ടികളെയും മാതാപിതാക്കളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം മന്ത്രി കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് എത്തും. ഇത്തവണ 99.69% വിജയം. ഗിരീഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഗിരീഷ്, കഴിഞ്ഞ തവണത്തേക്കാൾ ഒരല്പം കുറവ് എങ്കിൽ പോലും മികച്ച വിജയശതമാനം എന്നുള്ളതിൽ തർക്കമില്ല. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുകയും ചെയ്തു. ഇതിലും കുറവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്. അതുപോലെ മറ്റ് ജില്ലകളുടെ തിരിച്ചുള്ള കണക്കുകൾ, അതിൽ ഏറ്റവും കൂടുതൽ ആർക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മന്ത്രി ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനെ ചുരുക്കി നമുക്ക് എങ്ങനെ പറയാം? അനുജ, കഴിഞ്ഞ വർഷത്തെ വിജയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 0.01% കുറവ് മാത്രമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതിൽ 4,27,153 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 4,25,563 പേർ വിജയിച്ചു എന്നുള്ളതാണ്. 99.69% വിജയം. 71,831 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ഈ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ തരത്തിലുള്ള വർധന കഴിഞ്ഞ തവണത്തേക്കാൾ ഉണ്ടായിട്ടുണ്ട്. 3,227 വിദ്യാർത്ഥികൾ ഇത്തവണ അധികമായി മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള ജില്ല കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ 99.92% വിജയം. ഏറ്റവും കുറവ് തിരുവനന്തപുരമാണ്. ഏറ്റവും കുറവ് എന്ന് പറയുമ്പോൾ പോലും തിരുവനന്തപുരത്ത് 99.08% വിജയം നേടി എന്നുള്ളതാണ്. ഏറ്റവും ഉയർന്ന വിജയം നേടിയ വിദ്യാഭ്യാസ ജില്ല എന്ന് പറയുന്നത് പാലയാണ്. 100% വിജയം പാലയിൽ ഉണ്ടാകുന്നു. വിജയശതമാനം കുറവുള്ള ജില്ല ആറ്റിങ്ങലാണ്, 99%. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണത്തിൽ ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 107 സ്കൂളുകളുടെ കുറവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. സേ പരീക്ഷ മെയ് 28 മുതൽ നടത്തും എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷയ്ക്കായി അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത വർഷം ഈ മൂല്യനിർണ്ണയത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. കാരണം ഇതുവരെ ഏറ്റവും കൂടുതൽ വിജയശതമാനവുമായി ബന്ധപ്പെട്ട് വിജയശതമാനം ഉയരുമ്പോഴൊക്കെ ഉയർന്ന ആരോപണങ്ങൾ വിദ്യാർത്ഥികൾക്ക് വാരിക്കോരി മാർക്ക് കൊടുക്കുന്നു. അതോടൊപ്പം ഇത്തരത്തിൽ സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത വിദ്യാർത്ഥികൾക്ക് വരെ ഇത്തരത്തിൽ മാർക്ക് ലഭിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉയർന്നിരുന്നു. ഇതിൽ ഒരു വലിയ കാതലായ മാറ്റം കൊണ്ടുവരാൻ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത വർഷം മുതൽ മൂല്യനിർണ്ണയ രീതിയിൽ അടിമുടി മാറ്റം വരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഈ ആലോചന കൂടുതൽ പേരുമായി ആലോചന നടത്തിയും ചർച്ച നടത്തിയുമൊക്കെ ശേഷമാകും ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. നിരന്തര മൂല്യനിർണ്ണയത്തിന് ലഭിക്കുന്ന 20 മാർക്കിനൊപ്പം ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് പാസ്സാകുന്നതിന് വേണ്ടി ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിക്കുന്നു. 40 മാർക്കുള്ള ഒരു വിഷയത്തിന് 12 മാർക്കെങ്കിലും എഴുത്ത് പരീക്ഷയിൽ മിനിമം വാങ്ങിയിരിക്കണം എന്നൊരു നിബന്ധന കൊണ്ടുവരുന്നതിനാണ് സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ 80 മാർക്കുള്ള ഒരു വിഷയത്തിന് 24 മാർക്ക് നിർബന്ധമായും വാങ്ങിയിരിക്കണം. ഈ നിബന്ധനകൾ വരുന്നതോടുകൂടി ഈ പരീക്ഷയുടെ ക്വാളിറ്റി, ഗുണനിലവാരം വർദ്ധിക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. അനുജ, ശരി, ഇത്തവണത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. അതിന്റെ വിശദാംശങ്ങളാണ് ഗിരീഷ് നൽകിയത്. നമ്മൾ ഇനി പോകുന്നത് സമീർ ബിൻ കരീമിലേക്കാണ്. സമീർ, ഇപ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ മലപ്പുറത്തെ എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. സമീർ, മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ A+ ഒക്കെ നേടിയിട്ടുള്ള ജില്ല കൂടിയാണ് മലപ്പുറം. ഇപ്പോൾ ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. സ്കൂളിലെ ആകെയുള്ള വിജയ ശതമാനം എങ്ങനെയാണ് എന്നതിൻ്റെ കണക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ? എന്താണ് വിദ്യാർത്ഥികളുടെയൊക്കെ പ്രതികരണം റിസൾട്ട് അറിയുമ്പോൾ? നിലവിൽ സ്കൂൾ വൈസ് കണക്കുകൾ ലഭ്യമായിട്ടില്ല. ഇൻഡിവിജ്വൽ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ റിസൾട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴുള്ളത് 2085 കുട്ടികൾ പരീക്ഷ എഴുതിയ PKMM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഇൻഡിവിജ്വൽ അടിസ്ഥാനത്തിൽ റിസൾട്ട് വന്ന സന്തോഷമൊക്കെ തന്നെ കുട്ടികൾക്കുണ്ട്. മോളെ ഫുൾ A+ ആണോ? ഫുൾ A+ ആണ്. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാം PKM-നും നമ്മുടെ പാരൻസും മാനേജറിനും ഒക്കെയാണ് വളരെയധികം സന്തോഷമുണ്ട് കിട്ടിയാണ്. നിങ്ങൾ ഫുൾ A+ ആണ്. വളരെയധികം സന്തോഷമുണ്ട്. ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം നമ്മൾ 12 വർഷം KG മുതൽ പഠിക്കണതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ചെയ്തതിൽ ഒരു ഏറ്റവും വലിയ എക്സാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ഒരു ടേണിംഗ് പോയിന്റ് നമുക്ക് SSLC പറയാം. അപ്പോൾ അതിലൊരു നല്ല റിസൾട്ട് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്ത് എങ്ങനെ പഠിച്ചിരുന്നൊക്കെ എങ്ങനെയായിരുന്നു? പഠിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം പഠനമല്ല, നമ്മൾ പഠനത്തിൻ്റെ കൂടെ തന്നെ പല കലാകായികമായിട്ടും പലതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം പഠിക്കുക, അതുപോലെ തന്നെ കളിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്. മോളെ റിസൾട്ട് വന്നോ? നിങ്ങൾ വന്നോ? ഫുൾ A+ ആണ്. സന്തോഷം.
എങ്ങനെ വലിയ പ്രതീക്ഷയില്ല പാരൻസും ടീച്ചേഴ്സൊക്കെ എന്താ പറയുന്നത്? വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലൈക്ക് ഹാർഡ് വർക്കിന് ഒരു കൊല്ലം കഷ്ടപ്പെടുത്തതിനുള്ള റിസൾട്ട് കിട്ടി. ടീച്ചേഴ്സൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. ക്യാമ്പുകൾ വെച്ചിട്ടും പഠിപ്പിച്ചിട്ടും നല്ല ഇതായിരുന്നു. അതിനനുസരിച്ച് പഠിച്ചും ചെയ്തിട്ടുണ്ട്. അതിനുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്ത് വളരെ സന്തോഷം. റിസൾട്ട് വന്നു, ഫുൾ A+ ആണ്. അതേപോലെ ഇന്ന് ശാസ്ത്രമേളയ്ക്കും കലോത്സവത്തിനൊക്കെ ഉണ്ടായപ്പോൾ ക്ലാസ്സിൽ തീരെ സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ നമ്മുടെ സ്കൂളിൽ നൈറ്റ് ക്യാമ്പൊക്കെ വെച്ചിട്ട് പൈലപ്പ് ചെയ്ത് പിന്നെ ഹാർഡ് വർക്കൊക്കെ കാരണമാണ് A+ കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. ഫുൾ A+ ആണ്. നല്ല സന്തോഷമുണ്ട്. കാരണം ഒരു വർഷത്തോളം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ്. അപ്പോൾ അത് ഇന്നൊരു റിസൾട്ടിൽ ഫുള്ളാണ്. നമ്മുടെ പാരൻസിൻ്റെ ഫേസിൽ കാണൊരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ട്. നമ്മൾ കാരണമാണ് ആലോചിക്കുമ്പോൾ നല്ല ഹാപ്പിയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സിനായാലും നമ്മുടെ പാരൻസിനായാലും എല്ലാവരുടെ ബിഗ് താങ്ക്സ് ആണ് പറയാനുള്ളത്. കാരണം നമുക്ക് വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം പോരല്ലോ, നമ്മുടെ പാരൻസും ടീച്ചേഴ്സും നമുക്ക് അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു പൊസിഷനിൽ എന്ന് വെച്ചാൽ ഫുൾ A+ എന്ന് പറഞ്ഞ ആ ഒരു അച്ചീവ്മെൻറ്റ്, അതിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ഫുൾ A+ ആണ്. എല്ലാവരോടും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക്സ്. അത്ര ഏതായാലും വിദ്യാർത്ഥികളോട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അവർ ഭയങ്കര കഠിനാധ്വാനം ചെയ്ത് മണിക്കൂറുകളൊക്കെ എടുത്ത് പഠിച്ച് അതോടൊപ്പം തന്നെ പഠനത്തിനിടയിലും മറ്റു കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ മലപ്പുറത്തെ എടരിക്കോട് PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സമീർ ബിൻ കരീമാണ് വിദ്യാർത്ഥികളുടെ സന്തോഷമൊക്കെ തത്സമയം 24-മായി പങ്കുവച്ചത്. ഇനി നമ്മൾ പോകുന്നത് രാഹുൽ സുരേഷിലേക്ക്. രാഹുൽ സുരേഷ് നിലവിലുള്ളത് കോഴിക്കോട് കൊടിയത്തൂർ PTM സ്കൂളിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത 13 ജോഡി ഇരട്ടകൾ SSLC എഴുതിയിട്ടുണ്ട് ഈ സ്കൂളിൽ നിന്ന് എന്നുള്ളതാണ്. രാഹുൽ, ഇപ്പോൾ ഇവരുടെയൊക്കെ ഫലം എങ്ങനെയാണ്? നമ്മൾക്ക് ഇവരുമായി സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് ഇവർക്ക് പറയാനുള്ളത്? അനുജ, നമ്മളിപ്പോൾ ഉള്ളത് കൊടിയത്തൂർ PTM ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 877 പേരാണ് ആകെ ഇവിടെ പരീക്ഷ എഴുതിയിരുന്നത്. 877 ആളുകളും വിജയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 210 പേർക്ക് ഫുൾ A+ നേടാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം പങ്കിടുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ വലിയ പ്രതീക്ഷയിൽ കൂടിയാണ്. മുമ്പ് അനുജ സൂചിപ്പിച്ച പോലെ തന്നെ 13 ജോഡി ഇരട്ട കുട്ടികളായിരുന്നു ഇവിടെ പരീക്ഷ എഴുതിയിരുന്നത്. അതിൽ 8 ജോഡി വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. എന്താണ്, സന്തോഷമായോ റിസൾട്ടൊക്കെ വന്നപ്പോഴേക്കും? ഭയം ഉണ്ടായിരുന്നോ? പേടിയൊക്കെ ഉണ്ടായിരുന്നോ? ഉറപ്പായിട്ടും നല്ല ടെൻഷൻ ഉണ്ട്. എന്താണ് മാതാപിതാക്കൾക്ക് പറയാനുള്ളത്? സന്തോഷം. നമുക്ക് ഒരു വിശിഷ്ട അതിഥിയുണ്ട് ഇവരുടെ കൂടെ തന്നെ ഉള്ളതിൽ. ഒരു വിശിഷ്ട പേരെന്താ? അജ്ഹദ്. അജ്ഹദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൈബർ പാൾസി ബാധിതനാണ്. പക്ഷേ ദേശീയ ഫുട്ബോൾ ടീമിൽ അംഗമാണ്. 7 A+ നേടാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ? സന്തോഷം. ഒരു വർഷത്തെ എത്ര A+ ആണെങ്കിലും അത് കഷ്ടപ്പെടാതൊന്നും കിട്ടൂലല്ലോ. അത് കഷ്ടപ്പെട്ടവരെല്ലാം റിസൾട്ട് കിട്ടി. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ത്രൂ ഔട്ട് ദി ഇയർ നമ്മളെ നൈറ്റ് ക്യാമ്പ് വെച്ചിട്ടും അല്ലാതെ നമുക്ക് മോർണിംഗ് ക്ലാസ് വെച്ചിട്ടും ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എക്സ്റ്റേണൽ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ പലർക്കും A+ കിട്ടില്ലായിരുന്നു. മെന്റലി ആൻഡ് ഫിസിക്കലി എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഫാക്കൽറ്റീസ്. ജില്ലയിലെ മികച്ചൊരു വിജയമാണെന്ന് തോന്നുന്നല്ലേ? 210 വിദ്യാർത്ഥികൾക്ക് A+. സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച വിജയമാണ് എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതായത് 877 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ കുട്ടികളും ജയിച്ചു എന്ന് മാത്രമല്ല 210 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമാണ്. ജില്ലയിൽ നമ്മൾ അറിഞ്ഞിടത്തോളം നമ്മുടെ സ്കൂളാണ് 1ാം സ്ഥാനം. അതായത് വർഷങ്ങളായി കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ A+ ഉള്ള വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂൾ കൂടിയാണ് കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂൾ. അതിന്റെ സന്തോഷത്തിലാണ്. ലഡു വിതരണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടർന്നുള്ള ആഘോഷ പരിപാടികളിലേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ നീങ്ങാൻ പോവുകയാണ്. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും. അനുജ, കോഴിക്കോട് കൊടിയത്തൂർ PTM സ്കൂളിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ്. 13 ജോഡി ഇരട്ടകൾ പരീക്ഷ എഴുതി. ഇതിൽ 8 ജോഡി ഇരട്ടകൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ആഹ്ലാദം അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പോകുന്നത് അഭിജിത്ത് മുഴക്കുന്നിലേക്ക്. അഭിജിത്ത് നിലവിലുള്ളത് ആസിം വെളിമണ്ണ എന്ന വിദ്യാർത്ഥിയുടെ വസതിയിലാണ്. അഭിജിത്ത്, ഈ ആസിം ശാരീരിക ബുദ്ധിമുട്ടൊക്കെ മറികടന്ന് പരീക്ഷ എഴുതിയ കുട്ടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ആസിമിൻ്റെ പരീക്ഷാ ഫലം? എങ്ങനെയാണ്? നമുക്ക് ആസിമുമായി സംസാരിക്കാമെന്ന് തോന്നുന്നു.
അനുജ, തീർച്ചയായും ആസിം വെളിമണ്ണയെ നമുക്കൊക്കെ അറിയാം. നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കുന്ന ഒരു കുട്ടിയാണ് ആസിം വെളിമണ്ണ. ഇരു കൈകളും ജന്മനാ നഷ്ടപ്പെട്ട് ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ആസിം വെളിമണ്ണ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോയത് നമ്മളപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, 24 അവിടെ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ആസിം ഒരു ഉറപ്പ് നൽകിയിരുന്നു, 10ാം ക്ലാസ്സിൽ താൻ മികച്ച വിജയം നേടുമെന്നായിരുന്നു ആസിമിന്റെ ഉറപ്പ്. ഏതായാലും ആ ഉറപ്പ് ആസിം പാലിച്ചിട്ടുണ്ട്. 5 A+ഓടെ ആസിം ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. ഇപ്പോൾ ആസിം നമുക്കൊപ്പം ഉണ്ട്. ആസിമെ, 5 A+ നേടിയല്ലേ? എങ്ങനെയുണ്ട്? സന്തോഷാണോ? പിന്നെ വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച അതിനൊക്കെ കൂടുതൽ മാർക്കൊക്കെ വല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആയി പോയി. എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൽ നിന്ന് ആസിം ഒരു പ്രധാനപ്പെട്ട കാര്യം, ആസിം 7ാം ക്ലാസ്സിൽ നിന്ന് നേരെ 10ാം ക്ലാസ്സിലേക്ക് വന്നതാണ്. ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മറികടന്ന് 7 നിന്ന് നേരെ 10ലേക്ക് എത്തിയതാണ് ആസിം. എങ്ങനെയാണ് ആസിമെ, ഏതൊക്കെ വിഷയത്തിനാണ് മാർക്ക് A+ കിട്ടിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു മാത്തമാറ്റിക്സിന് ആസിമിന് A+ കിട്ടിയിട്ടുണ്ട്. വലിയൊരു കാര്യം തന്നെയാണത്. അതെ, മാത്തമാറ്റിക്സ് A+, പിന്നെ ബയോളജി, പിന്നെ ഫസ്റ്റ് ലാംഗ്വേജ് A+ ആണ്. പിന്നെ നോക്കാൻ മറന്നുപോയി, സ്റ്റേറ്റ്മെന്റിന് മറന്നുപോയി. എങ്ങനെയാണ് ആസിമെ ഇപ്പോൾ നമ്മൾ അവിടത്തേക്ക് ചെല്ലുന്നു? നിങ്ങൾ ഒരുപക്ഷെ ആസിം വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെ, ഇങ്ങനെയൊരു വളരെയധികം പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതൊക്കെ മറികടന്നിട്ടാണ് ആസിം 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്നത്. നല്ല വിജയം, മികച്ച വിജയം നേടി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നത്. എങ്ങനെയായിരുന്നു ആസിമെ ആ ഒരു യാത്ര? ഞാൻ കഴിഞ്ഞിട്ട് നേരെ 10ാം ക്ലാസ്സിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ബേസിക്കൊന്നും കേൾക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു ഹെൽപ്പ് നല്ലോണം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലോണം പഠിക്കാൻ പറ്റി. അതുകൊണ്ട് നല്ലൊരു വിജയം എനിക്ക് കരസ്ഥമാക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഏത് വിഷയം എടുക്കാനാണ് ഇഷ്ടം? നമ്മൾ +1 +2 ഒക്കെ ഇനി ഉണ്ട്. അപ്പോൾ +1 ഏത് വിഷയം എടുക്കാനാണ് ഇഷ്ടം? എനിക്കൊരു സൈക്കോളജി മേഖലയിലേക്ക് പോകാൻ ഉള്ളതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്നാണ് താല്പര്യം. ബയോളജിയിൽ A+ ആണ്, അപ്പോൾ ബയോളജി സയൻസ് എടുക്കണ്ട? അതൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ആസിം. ഒപ്പം തന്നെ ആസിമിന്റെ ഉപ്പയുണ്ട്. കാരണം ആസിമിനെ ഇത്രയും വലിയൊരു രീതിയിലേക്ക് കൊണ്ടുവന്നത് ആസിമിന്റെ ഉപ്പയാണ്. ഒക്കെ എന്ത് തോന്നുന്നു ഇപ്പൊ 5 A+ നേടിയിരിക്കുന്നു ആസിം? സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ആസിം 7 വരെ പോയിട്ടുള്ളൂ. 7 കഴിഞ്ഞിട്ട് 4 കൊല്ലം സ്കൂളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സാങ്കേതിക കാരണങ്ങളാൽ, കാരണം അവൻ്റെ കൂടെ ഒരാൾ വേണം. അപ്പം ഞാൻ ജോലിയിലിരുന്ന്, അപ്പോൾ ആരും ദൂര സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ കോവിഡൊക്കെ വന്ന സമയമായതുകൊണ്ടൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷേ പിന്നീട് അവന് 10ാം ക്ലാസ് എഴുതണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ ഞാൻ ജോലി ഉപേക്ഷിച്ച് അങ്ങനെ അവനെ സപ്പോർട്ടായിട്ട് നിന്നു. അങ്ങനെ ഏതായാലും ഈ സ്കൂളിൻ്റെ ഇടയിൽ ആസിമിന് പിന്നെ ബേസിക് പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ MJHS സ്കൂൾ എലൈറ്റിൽ അവരും ടീച്ചേഴ്സും മാനേജ്മെൻറ്റും ഒക്കെ ശക്തമായി അവനെ ഏറ്റെടുത്തു, ചേർത്ത് പിടിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ പരിപാടികളും ഫംഗ്ഷനുകളും ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ഇടയിലാണ് ആസിമിക്ക്, എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്, പരീക്ഷണ ടൈമിലൊക്കെ ടീച്ചർമാരെടുത്തു പോയി, പല ദൂര സ്ഥലങ്ങളിലെ ടീച്ചർമാരെടുത്തു പോയിട്ട് അവരെടുത്തിരുന്ന് ഉറക്കൊഴിച്ച് പഠിച്ചതിൻ്റെ ഒക്കെ ആ ഒരു വലിയ പിന്നെ ആ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. ഏതായാലും അങ്ങനെ തന്നെയാണ് അനുജ. വലിയ പ്രതീക്ഷ ഈ ഒരു ആസിമിന്റെ ഉപ്പയ്ക്കുണ്ട്. സൈക്കോളജിസ്റ്റ് ആവണം എന്നുള്ളതാണ് ആസിമിന്റെ താല്പര്യം. ഏതായാലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആസിം എത്തട്ടെ. ആസിമിന് എല്ലാവിധ ഭാവുകങ്ങളും. അതെ, ഇത്തവണത്തെ SSLC ഫലപ്രഖ്യാപനം വരുമ്പോൾ അതിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായി മാറുകയാണ് ഈ കാഴ്ച. ശാരീരിക ബുദ്ധിമുട്ടൊക്കെ മറികടന്ന് പരീക്ഷ എഴുതി ആസിം വെളിമണ്ണ 5 A+ നേടിയിരിക്കുന്നു. വലിയ സന്തോഷത്തിലാണ് കുടുംബം നിലവിലുള്ളത്. അവരുടെ സന്തോഷത്തിൽ 24ഉം പങ്കുചേരുകയാണ്. ഇനി നമ്മൾ ഒരിക്കൽ കൂടി കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് പോകുന്നു. തിരുവനന്തപുരത്തേക്ക് അജീഷ് അവിടെ തുടരുന്നുണ്ട്. അജീഷ്, ഇപ്പോൾ അജീഷ് ഒരു വിദ്യാർത്ഥിക്കൊപ്പമാണ് ഉള്ളത്. എന്താണ് ആ വിദ്യാർത്ഥിക്ക് പറയാനുള്ളത്? അനുജ, എന്തായാലും എൻ്റെ കൂടെ ഒപ്പമുള്ളത് തിരുമല സ്വദേശിയായ നിവേദിയാണ്. ഇപ്പോൾ 10 A+ കിട്ടിയല്ലേ? കിട്ടി. അപ്പം അച്ഛൻ ഒരു വർഷം മുമ്പ് 2 വർഷം അല്ലേ? അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ഈ ഒരു കൊച്ചിലെ, ഇപ്പോഴൊന്നല്ല, കൊച്ചിലെ ഇത് പറഞ്ഞതായിരുന്നു ഇങ്ങനെ. അപ്പോഴേ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു നിമിഷം വരെ ഓർത്തില്ല. പെട്ടെന്നാണ് റിസൾട്ട് കണ്ടതും എനിക്കതൊക്കെ ഓർമ്മ വന്നതും. എൻ്റെ അച്ഛൻ കൊച്ചിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നീ നല്ല മാർക്ക് വാങ്ങണം, നമുക്കെല്ലാവർക്കും അഭിമാനം വാങ്ങണം. ഒരു കാഷ്വലായിട്ട് ടോക്കിംഗ് ആയിരുന്നു. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞു വായിച്ചെനിച്ച് എനിക്കതിനൊന്നും വയ്യ, എനിക്ക് എന്തിനു ചുമ്മാ കമ്പയർ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അതാണ് എനിക്കിഷ്ടം, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ അറിഞ്ഞപ്പം എനിക്കതൊക്കെ ഓർമ്മ വന്നു. കുഴപ്പമില്ല, എനിക്കതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ എല്ലാം കൂടെ ഒന്നും പൊട്ടിയത്. അത്രേ ഉള്ളൂ. വലിയ സന്തോഷമായി. ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു, നല്ല സന്തോഷം. അച്ഛൻ കോവിഡ്-19 മരിച്ചു. കോവിഡ്, അതല്ലാതെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അമ്മയെ വിളിച്ച് പറഞ്ഞോ സന്തോഷം? അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇപ്പൊ വരുമോ ഇങ്ങോട്ട്? ഇല്ല, അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അഡ്മിറ്റ് ആണ് അവിടെ. അപ്പൊ
അമ്മയെ വിളിച്ച് പറഞ്ഞ അമ്മയ്ക്ക് സന്തോഷമായോ? അമ്മ കരഞ്ഞു ഫോൺ വെച്ച്. എന്തായാലും നന്നായിരിക്കും. അപ്പം അനുജ, എന്തായാലും നിവേദ്യ 10A+ മേടിച്ചു. പക്ഷേ 2 വർഷം മുമ്പ് നിവേദ്യയുടെ അച്ഛൻ മരിച്ചുപോയി. പക്ഷേ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഒരു വിജയം, ആ വിജയം എന്തായാലും മകളിലൂടെ നേടാനായി. എന്തായാലും ഈ ബാക്കി കുട്ടികൾക്കൊക്കെ ഓരോ കുട്ടികൾക്കും ഇതേപോലെ ഓരോരോ കഥകൾ പറയാനുണ്ടാവും. അവരെല്ലാം വലിയ വിജയം നേടി ആ ഒരു ആഹ്ലാദം ഇപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം, രക്ഷിതാക്കൾക്കൊപ്പം, അധ്യാപകർക്കൊപ്പം ഒക്കെ പങ്കുവെക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കോട്ടയം സ്കൂളിൽ. ആ ഒരു ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ SSLC പരീക്ഷയിൽ 99.69 വിജയ ശതമാനം. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയ ശതമാനത്തിൽ നേരിയ കുറവുണ്ട് എങ്കിൽ പോലും മികച്ച വിജയമായി തന്നെയാണ് ഇതിനെയും വിലയിരുത്തുന്നത്. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കോട്ടയം ജില്ലയിൽ, തിരുവനന്തപുരത്ത് ഏറ്റവും കുറഞ്ഞ വിജയ ശതമാനം, മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ നേടിയെന്ന പ്രത്യേകതയുമുണ്ട്. കോട്ടയം ജില്ലയിൽ പാലാ വിദ്യാഭ്യാസ ജില്ല 100% വിജയം നേടിയിരിക്കുന്നു. ഇനി സർക്കാർ സ്കൂളുകൾക്ക് 100 മേനി വിജയം നേടിയത് 892 സ്കൂളുകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിവിധ വെബ്സൈറ്റുകളിലൂടെ അവരുടെ പരീക്ഷാഫലം അറിയാൻ കഴിയുന്നുണ്ട്. സ്കൂളുകളിൽ നിന്നൊക്കെയുള്ള തത്സമയ കാഴ്ചകളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക് ഇത്തവണത്തെ SSLC ഫലപ്രഖ്യാപനം നടന്നിരിക്കുന്നു. അല്പസമയം മുൻപ് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. നമ്മൾ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളൊക്കെയാണ് ഇപ്പോൾ തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് പാലാ സെയിന്റ് മേരീസ് സ്കൂളിലേക്കാണ്. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് തത്സമയ വിവരങ്ങളുമായുണ്ട്. ടോബി, കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം. അതിൽ തന്നെ പാലാ വിദ്യാഭ്യാസ ജില്ല 100% വിജയം നേടിയ ജില്ല കൂടിയായി മാറുമ്പോൾ അനുജ, തീർച്ചയായിട്ടും എന്തായാലും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് ഈ ഒരു SSLC വിജയത്തിൽ പാലായ്ക്കും പ്രത്യേകിച്ചും കോട്ടയത്തിനുമുള്ള. അതിൽ പാലായ്ക്ക് എടുത്തു പറയാനുള്ളത് 100% വിജയം പാലാ വിദ്യാഭ്യാസ ജില്ല നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ പാലായിലുള്ള സെന്റ് മേരീസ് സ്കൂളിലാണ് ഉള്ളത്. ഗേൾസ് സ്കൂളാണ്. അവിടെ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്, അധ്യാപകരുണ്ട്, പാലാ നഗരസഭാ ചെയർമാനുണ്ട്, കൗൺസിലർമാരുണ്ട്. എന്തായാലും പ്രിൻസിപ്പാൾ ഇപ്പോൾ മധുരം എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രിൻസിപ്പാളോട് തന്നെ ആദ്യം ചോദിക്കാം, എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു വിജയത്തിൽ? വളരെയധികം സന്തോഷമുണ്ട്. തുടർച്ചയായിട്ട് പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ ഇത് 3-ാം പ്രാവശ്യമാണ് പാലാ വിദ്യാഭ്യാസ ജില്ല 1-ാം സ്ഥാനത്തെത്തുന്നത്. അതിൽ നമ്മുടെ സ്കൂൾ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. കുട്ടികൾ നന്നായിട്ട് ഉത്സാഹിച്ചു, നന്നായിട്ട് തന്നെയാണ് പഠിച്ച് പരീക്ഷ എഴുതിയത്. എല്ലാ കുട്ടികളും 242 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. എല്ലാവരും വിജയിച്ചിട്ടുണ്ട്. ചെയർമാനോട് ചോദിക്കും, ചെയർമാൻ എങ്ങനെയാണ് ഇതിപ്പോ സ്ഥിരമായിട്ട് അത് കിട്ടുമ്പോഴേ വളരെ സന്തോഷം തോന്നുന്നു. ഒന്ന്, കുട്ടികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം കുട്ടികളുടെ മാതാപിതാക്കൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ആണ്. നമുക്ക് കുട്ടികളോട് ചോദിക്കാം, എങ്ങനെയുണ്ട്, സന്തോഷമുണ്ട്? എല്ലാവരും A+ കാരാണോ? ഫുൾ A+? മൗന ബി ശങ്കർ. പ്രതീക്ഷിച്ചിരുന്നോ A+ പ്രതീക്ഷിച്ചിരുന്നോ? എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നു. അപ്പം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ ഈ ഒരു വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിപ്പം പാലായ്ക്ക് ഒരു വലിയൊരു അഭിമാനമായി മാറിയിരിക്കുകയാണല്ലോ. കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയം പാലായെ കുറിച്ചാണ്. നമ്മുടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല CBSE ICSE എന്നുള്ള മാറി നമ്മുടെ അധ്യാപകര് പിള്ളേരുമായിട്ടുള്ള ആത്മബന്ധം കൂടി പ്രത്യേക ട്യൂഷൻ കൊടുത്ത് എല്ലാവരെയും മിടുക്കരാക്കാനുള്ള തീവ്ര ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് തുടർച്ചയായ 3-ാം തവണയും പാലാ വിദ്യാഭ്യാസ ജില്ല കേരളത്തിൽ 1ാമതാകുന്നത്. തീർച്ചയായിട്ടും എന്തായാലും വലിയ സന്തോഷം തന്നെയാണ് പാലായിലുള്ളത്. ഇത്തവണ 3-ാം തവണയാണ് ഈ ഒരു വിജയം പാലാ വിദ്യാഭ്യാസ ജില്ല നേടുന്നത്. അതിൽ പങ്കുവഹിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്. അവിടെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും എല്ലാം എത്തിയിട്ടുണ്ട്. ആ സന്തോഷം മധുരം പങ്കുവെച്ചുകൊണ്ട് അവർ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുജ, അതാണ് പാലാ സെന്റ് മേരീസ് സ്കൂളിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് ടോബി ജോൺസൺ പങ്കുവച്ചത്. പാലാ വിദ്യാഭ്യാസ ജില്ല 100% വിജയം നേടി. കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. ഒരിക്കൽ കൂടി ആ കണക്കിലേക്ക് പോയാൽ ഈ വർഷത്തെ SSLC പരീക്ഷയിൽ 99.69 വിജയ ശതമാനം. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയ ശതമാനത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കോട്ടയം ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ കുറവ് വിജയ ശതമാനം, മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ നേടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ പാലാ വിദ്യാഭ്യാസ ജില്ല 100% വിജയം നേടി. 100 മേനി വിജയം നേടിയത് 892 സർക്കാർ സ്കൂളുകളാണ്. ഇതിൽ കുറവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. ഇപ്പോൾ വെബ്സൈറ്റുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷാഫലം അറിയാൻ കഴിയുന്നുണ്ട്. +1 പ്രവേശനത്തിന് മെയ് 16 മുതൽ അപേക്ഷ നൽകാം. അടുത്ത മാസം 24-ന് +1 ക്ലാസുകൾ ആരംഭിക്കും. അടുത്ത വർഷം മുതൽ മൂല്യനിർണ്ണയ രീതിയിൽ ചെറിയ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട്. മിനിമം മാർക്ക് എന്നുള്ള രീതി തിരിച്ചു വരുന്നു എന്നതാണ്
മന്ത്രി നൽകിയ സൂചന. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. ഒരു മുന്നറിയിപ്പുമില്ലാതെ എയർ ഇന്ത്യ വിമാന സർവീസ് മുടങ്ങിയത് യാത്രക്കാരെ നേരെ വലച്ചു. ആ വാർത്തയിലേക്കാണ് ഇനി. പൊതുജനത്തെ വലച്ച് എയർ ഇന്ത്യ സമരം. എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ ആവശ്യം വേണ്ടി ഞങ്ങൾ പോകുന്നതാണ്. ഞങ്ങളിവിടെ വന്നതിൻ്റെ ശേഷമാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള വിവരങ്ങൾ ഞങ്ങൾ അറിയുന്നത്. എന്തെങ്കിലും സൊല്യൂഷൻ പറയാൻ പറഞ്ഞാൽ അതുമില്ല. ഇനി നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് ഫ്ലൈറ്റ് ഉള്ളത്. അലവൻസ് വർധന ആവശ്യപ്പെട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞ വിമാനയാത്രക്കാർ. ഇന്ന് വിസ കാലാവധി അവസാനിക്കുന്നവർ ഉൾപ്പെടെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. രാജ്യവ്യാപകമായി 70ഓളം സർവീസുകൾ റദ്ദാക്കി. ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും കേരളത്തിലേക്കുള്ള സർവീസുകളും നടത്തുന്നില്ല. മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റി നൽകിയെങ്കിലും യാത്രയുടെ കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. 250-ലധികം ക്യാബിൻ ക്രൂ ജീവനക്കാരാണ് പ്രതിഷേധിക്കുന്നത്. അനുനയ ചർച്ചകൾ തുടങ്ങി. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, വലിയ ബുദ്ധിമുട്ട് എന്നുള്ളത് അത് വാക്കുകൾ കൊണ്ട് ചിലരുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. സുഖമില്ലാതെ കിടക്കുന്നവരെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ വിസ കാലാവധി അവസാനിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ പേരെ ഇത് വലച്ചത് തെല്ലൊന്നുമല്ല. ഇതിലിപ്പോൾ എന്താണ് എയർ ഇന്ത്യ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം? സമരം എന്നതിനപ്പുറത്തേക്ക് ഇതിന് യാത്രക്കാർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ നൽകുക, അല്ലെങ്കിൽ അതിന് മറ്റ് ബദൽ സംവിധാനം ഒരുക്കുക, അതേക്കുറിച്ച് എന്തെങ്കിലും എയർ ഇന്ത്യ വിശദീകരിക്കുന്നുണ്ടോ? നിലവിൽ കേരളത്തെ ഇത് ബാധിച്ചിട്ടുള്ളത് കണ്ണൂരിലും കരിപ്പൂരിലും അതോടൊപ്പം തന്നെ നെടുമ്പാശ്ശേരിയിലും തിരുവനന്തപുരത്തുമായി ഏതാണ്ട് 35-ലധികം സർവീസുകളെ ഇത് കാര്യമായി തന്നെ ബാധിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി പുലർച്ചെ തന്നെ എത്തിച്ചേർന്ന, ഇന്നലെ രാത്രി മുതൽ എത്തിച്ചേർന്ന ആളുകൾ പോകാൻ സാധിക്കാതെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. ഈ എയർ ഇന്ത്യ ആളുകളുമായി, അതിൻ്റെ അധികൃതരുമായി അവർ ചർച്ച നടത്തിയെങ്കിലും ഈ വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് കിട്ടിയ മറുപടി. അത് എപ്പോൾ വീണ്ടും പുനരാരംഭിക്കുമെന്നോ തങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്നോ രാത്രിയിൽ അവർക്ക് മറുപടി ലഭിച്ചില്ല. തുടർന്ന് വലിയ പരിഭ്രാന്തി ഈ വിഷയത്തിലുണ്ടായി. കാരണം പല ആളുകളും വിദേശത്തേക്ക്, ഈ ഗൾഫ് രാജ്യങ്ങളിൽ വിസ കാലാവധി കഴിയാറായവരുണ്ട്, പലർക്കും ജോലിക്ക് കയറേണ്ടവരുണ്ട്, ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോകുന്നവരുണ്ട്. ഇതെല്ലാം തടസ്സപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 250-ലധികം വരുന്ന ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ പ്രതിഷേധമാണ് ഈ പ്രതിസന്ധിക്ക് വഴിവെക്കുകയുണ്ടായത്. ഇതിനിടയിൽ ചർച്ചകൾ നടന്നെങ്കിലും അതൊന്നും തന്നെ ഫലം കാണുകയും ചെയ്തില്ല. നെടുമ്പാശ്ശേരി വിമാനത്തിൽ നിന്നും ഉച്ചയ്ക്കുള്ള എയർ ഇന്ത്യ ദുബായ് ഫ്ലൈറ്റ് അത് പുറപ്പെടും എന്നറിയിച്ചിട്ടുണ്ട്. അങ്ങനെ 1-2 വിമാനങ്ങളുടെ കാര്യത്തിൽ അത് പുറപ്പെടും. ഈ ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടായ വിമാനങ്ങൾ പുറപ്പെടും എന്നുള്ള വിവരം നൽകിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായ രീതിയിൽ ഈ ക്രൈസിസ് പരിഹരിക്കുന്നതിൽ അനുനയ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടാണ് എയർ ഇന്ത്യ അവരുടെ യാത്രക്കാർക്ക് സമ്മാനിച്ചതെന്ന് പറയാതിരിക്കാനാകും. ശ്രീകാന്ത്, ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിട്ട യാത്രക്കാർ, വിസ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്നവർ എന്നൊക്കെയുള്ളവർക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ബദൽ സംവിധാനം പെട്ടെന്ന് ഏർപ്പെടുത്താൻ എയർ ഇന്ത്യ തയ്യാറാകുന്നുണ്ടോ? ടിക്കറ്റ് മറ്റൊരു ദിവസം പുനർക്രമീകരിച്ച് നൽകും എന്നാണ് പറയുന്നത്. പക്ഷേ അന്ന് യാത്ര സാധ്യമാകുമോ എന്ന കാര്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഇപ്പോഴും ഉറപ്പ് നൽകുന്നില്ല. അതാണ് ഏറ്റവും ഒടുവിലായി സംസാരിക്കുമ്പോഴും ഈ യാത്രക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ വിസ കാലാവധിയൊക്കെ കഴിഞ്ഞ ആളുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. സ്വാഭാവികമായും അവർക്ക് അവിടെ ചെല്ലുമ്പോൾ നിയമപരമായ പല തടസ്സങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അത് തരണം ചെയ്യാൻ കോൺസുലേറ്റ് അടക്കം, അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നടക്കം ഇടപെടൽ ഉണ്ടാകേണ്ട കാര്യമാണ്. മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് പുനഃക്രമീകരിച്ച് നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ള കാര്യം. പക്ഷേ അതിൽ പോലും അന്ന് യാത്ര സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നും ഇപ്പോഴും പറയുന്നുണ്ട്. സർവീസുകൾ മുടങ്ങിയതിൽ എയർ ഇന്ത്യ യാത്രക്കാരോട് മാപ്പ് ചോദിക്കുന്നു. പക്ഷേ അവിടം കൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടേറെ യാത്രക്കാർ, ഈ എയർ ഇന്ത്യയുടെ നടപടിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യാത്രക്കാരുണ്ട്. അവർക്ക് പരിഹാരം അല്ലെങ്കിൽ ബദൽ സംവിധാനം ഒരുക്കാൻ ഇതുവരെയും എയർ ഇന്ത്യ തയ്യാറായിട്ടില്ല. ചില അനുനയ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ യാത്രക്കാരുടെ കാര്യത്തിൽ ഒരു പരിഹാരവുമായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം ഗൾഫിലെ യാത്രക്കാരെയും പ്രതിസന്ധിയിലാക്കി. മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയത് UAE, ഒമാൻ, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നിരവധി പേരെ വലച്ചു.
വിമാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഗൾഫിലെ വിമാനത്താവളങ്ങളിൽ എത്തിയാണ് സർവീസ് നടത്തേണ്ടത്. അതിനാൽ തന്നെ സമരം ഗൾഫിൽ നിന്നുള്ള വിമാന സർവീസുകളെയും യാത്രക്കാരെയും വലിയ തോതിലാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. യുഎയിൽ നിന്ന് ഉച്ചവരെയുള്ള ഭൂരിഭാഗം സർവീസുകളും റദ്ദാക്കിയ നിലയിലാണ്. ദുബായിൽ നിന്ന് കോഴിക്കോട്, അമൃത്സർ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സർവീസുകളും അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും റാസൽ ഖൈമയിൽ നിന്നുള്ള സർവീസുകളുമാണ് റദ്ദാക്കിയത്. യുഎയിൽ നിന്ന് 30ഓളം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് ഒരു ദിവസം സർവീസ് നടത്തേണ്ടത്. അതിനാൽ തന്നെ മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയത് നൂറുകണക്കിന് ആളുകളെയാണ് ദുരിതത്തിലാക്കുന്നത്. വിസ കാലാവധി കഴിഞ്ഞവരും അടിയന്തര സാഹചര്യത്തിൽ നാട്ടിലെത്തേണ്ടവരും ഉൾപ്പെടെയുള്ള ആളുകളാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. പലരും വലിയ തുക ടിക്കറ്റിന് നൽകിയവരാണ്. ഇവർക്കൊന്നും കൃത്യമായ വിശദീകരണം നൽകാൻ എയർലൈൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു. ഒമാൻ, സൗദി ഉൾപ്പെടെയുള്ള മറ്റ് GCC രാജ്യങ്ങളിലെ സർവീസുകളും മുടങ്ങിയിട്ടുണ്ട്. മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്കും ഹൈദരാബാദിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. 24 ദുബായ്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ വിദഗ്ധാഭിപ്രായം തേടി CBI മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് ഡോക്ടറുടെ വിശദമായ കുറിപ്പുകൾ എന്നിവ ഡൽഹി എയിംസിലേക്ക് അയച്ചു. സിദ്ധാർത്ഥൻ പൊതുവിചാരണയ്ക്ക് വിധേയനായെന്നും മണിക്കൂറുകളോളം വൈദ്യസഹായം നിഷേധിക്കപ്പെട്ടെന്നുമാണ് കുറ്റപത്രത്തിലെ പരാമർശം. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ് എത്രത്തോളം ക്രൂരമായ പീഡനത്തിന് സിദ്ധാർത്ഥൻ ഇരയായിട്ടുണ്ട് എന്നുള്ളത്. ആ തരത്തിലേക്ക് തന്നെയാണോ കുറ്റപത്രത്തിൽ, CBIയുടെ കുറ്റപത്രത്തിലും ഉള്ള പരാമർശം? ഇതിൽ വിദഗ്ധ അഭിപ്രായം തേടിയത് തൂങ്ങിമരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണോ? അനുജ, സ്വാഭാവികമായും അവരുടെ വീട്ടുകാരുന്നയിച്ച, ഈ സിദ്ധാർത്ഥന്റെ വീട്ടുകാരുന്നയിച്ച ഒരു ആരോപണമുണ്ട്. ഇത് തൂങ്ങിമരണമല്ല, ഇത് കൊലപാതകം തന്നെയാണ് എന്നുള്ളത്. ഇത് ആദ്യഘട്ട കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത് CBI. രണ്ടാം ഘട്ടത്തിലേക്ക് അന്വേഷണം പോകുമ്പോൾ അവർക്ക് ആ ഒരു സംശയം ദൂരീകരിക്കേണ്ടതുണ്ട്. ശേഷമായിരിക്കണം തുടർന്നുള്ള ആളുകളെ ഗൂഢാലോചനയിലേക്കടക്കം അവർക്ക് കടക്കാൻ സാധിക്കും. അതിന്റെ ഭാഗമായാണ് ഈ തൂങ്ങിമരണമാണോ അതോ ഇത് കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് ഡൽഹി എയിംസിന്റെ സഹായം തേടിയത്. നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങിമരണം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഒന്നുകൂടി ആവർത്തിച്ച് സയന്റിഫിക്കായി തെളിയിക്കുക എന്നവർ CBI ലക്ഷ്യമിടുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം സമയത്തെടുത്ത ഫോട്ടോകൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് ഡോക്ടറുടെ വിശദമായ കുറിപ്പുകൾ എന്നിവ ഡൽഹി എയിംസിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരു മെഡിക്കൽ ബോർഡ് അവിടെ രൂപീകരിക്കും. അവർ ഈ തെളിവുകളെല്ലാം തന്നെ പരിശോധിക്കും. ശേഷം ഒരു നിഗമനത്തിലേക്ക് എത്തും. ഇത് ഒന്നുകിൽ തൂങ്ങിമരണം അല്ലെങ്കിൽ കൊലപാതകം എന്നുള്ളത്. കൊലപാതകമാണെങ്കിൽ ഇതുവരെയുള്ള അന്വേഷണം അപ്പാടെ മാറും. വലിയ ട്വിസ്റ്റ് അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അന്വേഷണം ആ രീതിയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. അഥവാ തൂങ്ങിമരണമാണെങ്കിൽ നിലവിലുള്ള പ്രതികളും ഒപ്പം ഇതിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവരെയും ചേർത്ത് രണ്ടാം ഘട്ട കുറ്റപത്രം കൂടി വെച്ച് CBI അന്വേഷണം അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിലേക്ക് കടക്കുമ്പോൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതായത് ഭാഗികമായി നഗ്നനാക്കിയ സിദ്ധാർത്ഥനെ കൊണ്ട് ഹോസ്റ്റൽ അന്തേവാസികളുടെ മുന്നിൽ ഒരു വിദ്യാർത്ഥിനിയെ താൻ അപമാനിച്ചു എന്ന തരത്തിലുള്ള കുറ്റം ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചു, നിർബന്ധിച്ചു എന്ന് പറയുന്നുണ്ട്. ബെൽറ്റും കേബിളും ഉപയോഗിച്ച് തുടർച്ചയായി മർദ്ദിക്കുകയും ചവിട്ടുകയും ചെയ്തു എന്ന് പറയുന്നു. ഒപ്പം തന്നെ മണിക്കൂറുകളോളം വൈദ്യസഹായം നിഷേധിക്കപ്പെട്ടു എന്ന് പറയുന്നു. പൊതുവിചാരണയ്ക്ക് വിധേയനാക്കി എന്ന് പറയുന്നു. അങ്ങനെ നേരത്തെ കേട്ട കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് CBIയുടെ ആദ്യഘട്ട കുറ്റപത്രം. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. സന്ദർഭത്തിൽ ഓരോരുത്തരും ഒരാൾ പിടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ആകെ ബന്ധപ്പെട്ടി ഉണ്ടാവും. അതിന് എന്താ രാജേന്ദ്രൻ പോകില്ല. രാജേന്ദ്രൻ ബന്ധപ്പെടുന്നില്ല എല്ലാവരും എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രശ്നമില്ല. പക്ഷേ രാജേന്ദ്രൻ പോകില്ല. അത് ഈ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ പ്രതിസന്ധിയാണ്. കാരണം കോൺഗ്രസ് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു കേസായിരുന്നു. ആ കേസ് വഴിക്ക് വെച്ച് ഈ മാത്യു കുളനാടൻ ഉടച്ചു കളഞ്ഞു. ആ ഉടച്ചു കളഞ്ഞതിൻ്റെ ദുഃഖത്തിലാണ് അവരുള്ളത്. മനസ്സിലായ? അത് പൊളിച്ചു കളഞ്ഞില്ലേ? അവർ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നല്ലേ? ഇനി അടുത്ത തലമുറ കൊണ്ടുവരണ്ടല്ലേ? അപ്പോഴേക്കും അത് പൊളിഞ്ഞില്ലേ? ആ പൊളിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഈ കുളനാടനാണ് എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് കുളനാടനും കോൺഗ്രസും തമ്മിൽ നല്ല തർക്കത്തിലാണ്. അതുകൊണ്ട് അവർ പ്രതികരിക്കാതെ അവരുടെ പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് കുളനാടൻ്റെ ഇടപെടലുണ്ടായത് എന്നർത്ഥം. ശരി. MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തെ പിന്തുണയ്ക്കുകയാണ് CPIM. വിദേശ സന്ദർശനത്തെക്കുറിച്ച് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. സ്വന്തം പണം കൊണ്ടാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് എന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് അല്പം
മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരിടവേള ഉണ്ടാവട്ടെ എന്ന് കണ്ട് ആരാണത് ആഗ്രഹിക്കുന്നത്? ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ഒരു അവസരം ഉപയോഗിക്കുന്നു എന്നുള്ളതിന് നിയമപരമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മതം വാങ്ങേണ്ടിയുണ്ട്. ആ സമ്മതം കൂടി വാങ്ങിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര പിണറായി പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇവിടെ ഉഷ്ണതരംഗം ഉള്ളപ്പോൾ മുഖ്യമന്ത്രി കേരളം ഉപേക്ഷിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഉഷ്ണതരംഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർത്ത് പരിപാടികൾ ആസൂത്രണം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വിദേശ സന്ദർശനത്തിലാണ് പാർട്ടി പൂർണ്ണമായും മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നത്. വിദേശത്തേക്ക് പോയിട്ടുള്ളത് പാർട്ടി അറിഞ്ഞിട്ടാണ് എന്നുള്ളത് പറയുന്നു. ഒപ്പം തന്നെ മാത്യു കുഴൽനാടൻ മാസപ്പടി കേസിൽ ഏത് തരത്തിലേക്കാണ് ഇടപെടൽ നടത്തിയത്? മാത്യു കുഴൽനാടനും കോൺഗ്രസും തമ്മിൽ വലിയ തർക്കമാണ് നടക്കുന്നത്. ഈ വിഷയത്തിൽ ഇത് കോൺഗ്രസ് പൊക്കിക്കൊണ്ടുവന്ന കേസാണ്. പക്ഷേ മാത്യു കുഴൽനാടൻ ഇതിൽ ഇടപെടൽ നടത്തുന്നു. പിന്നീട് കേസ് ഒന്നുമല്ലാതായി പോകുന്നത് ഉണ്ടാകുന്നു. എന്നിപ്പോൾ പ്രതികരണശേഷി പോലും നേതാക്കളുടേത് തകർക്കുന്ന ഇടപെടലാണ് മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് MP ഗോവിന്ദൻ വ്യക്തമാക്കിയത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായുണ്ട്. ഷഫീദ്, വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണം, അതിൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിവാദമാകുമ്പോൾ അതിൽ പ്രതികരിക്കുന്നു. മാത്യു കുഴൽനാടൻ്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാപ്പ് പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാപ്പ് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നതടക്കം വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണം. വിശദാംശം. ഹരിജ, 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ CPMന്റെ നിലപാട് വ്യക്തമാക്കി. ഏറ്റവും പ്രധാനമായും ഈ മാസപ്പടി ഹർജിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടന്റെ ഹർജി കോടതി തള്ളിയത് അത് കോൺഗ്രസിലെ ആഭ്യന്തര കലഹമായി മാറി എന്നതുൾപ്പെടെയുള്ള പ്രതികരണം ഇന്ന് MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ട്. അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അതിലേറ്റവും പ്രധാനം, മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞു. അഴിമതി ഉണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ലെന്ന് കോടതി പറഞ്ഞു. വ്യക്തമായ കോടതി വിധി വന്നിട്ടും വലതുപക്ഷ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. മാത്രമല്ല, കള്ളപ്പരാതി ഉന്നയിക്കുന്ന വ്യവഹാരിക്ക് കോടതിയിൽ തിരിച്ചടി കിട്ടിയെന്നും എന്നിട്ടും മാത്യു കുഴൽനാടൻ മുൻപ് പറഞ്ഞതുപോലെ മാപ്പ് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു പ്രതികരണവും ഇന്ന് MV ഗോവിന്ദൻ നടത്തി. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടി മാത്യു കുഴൽനാടൻ നേരിടുകയാണെന്നും എന്നിട്ടും ഈ മാപ്പ് പറയേണ്ട ബാധ്യത കുഴൽനാടൻ ഉണ്ടെന്നും MV ഗോവിന്ദൻ CPMന്റെ നിലപാടായി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു കോടതിയിൽ പോയാലും ഉള്ളി തൊലിച്ച പോലെയാകും ഈ കേസ് എന്നുള്ളതും ഇന്ന് CPM നിലപാടായി CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രിയുടെ വിദേശത്തേക്കുള്ള സ്വകാര്യ യാത്രയെ അതിനെ പൂർണ്ണമായും ന്യായീകരിക്കുക കൂടിയാണ് CPM. യാത്ര നടത്തണമെങ്കിൽ നിരവധി കടമകൾ കടക്കണമെന്നും കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതി വാങ്ങിയാണ് മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനത്തിന് വിദേശത്തേക്ക് പോയതെന്നും ഇന്ന് MV ഗോവിന്ദൻ പറയുന്നു. കൂടാതെ അതിപ്പോ ചർച്ചയാക്കുന്നത് രാഷ്ട്രീയ വിരോധവും ഇടതുപക്ഷ വിരുദ്ധതയും കാരണമാണെന്നും ജൂൺ 4 വരെ നയപരമായ തീരുമാനമെടുക്കാനാവില്ല. വിദേശകാര്യ സഹമന്ത്രി അടക്കം മുഖ്യമന്ത്രിക്കെതിരെ തെറ്റായ പ്രചാരണത്തിന് നേതൃത്വം നൽകി. അവരോടൊക്കെ CPMന് സഹതാപം മാത്രമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകുന്നുണ്ട്. ഇതിനു മുൻപും മുഖ്യമന്ത്രിമാർ സ്വകാര്യ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ മുഖ്യമന്ത്രി കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകണം എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ചെലവ് ഉൾപ്പെടെ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്വന്തം പണം ഉപയോഗിച്ച് തന്നെയാണ് സ്വകാര്യ സന്ദർശനം നടത്തുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരു പടി കൂടി കടന്ന് KPCC അധ്യക്ഷൻ K സുരേന്ദ്രനെ കാര്യമായ ഒരു വിമർശനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ബിജെപിയിലേക്ക് പോകുമെന്ന് ഭീഷണി ഉയർത്തിയാണ് K സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വന്നതെന്നും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ, വിവിധ വിഷയങ്ങളിൽ, പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, ഇപ്പോൾ വിവാദമായിരിക്കുന്ന വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം, മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടന് സംഭവിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. വീണ്ടും ഇന്ന് സംഭവിച്ചതിലേക്ക്, ഒമാനിലുണ്ടായൊരു വാഹനാപകടത്തിന്റെ വാർത്തയിലേക്കാണ് ഇനി. മലയാളി ഉൾപ്പെടെ 3 പേർ മരണമടഞ്ഞു. പാലക്കാട് സ്വദേശി സുനിലാണ് മരിച്ച മലയാളി. ലിവ റൗണ്ട് അബൌട്ടിൽ ട്രക്ക് ഡ്രൈവർ എതിർദിശയിൽ വാഹനം ഓടിച്ചതാണ് അപകട കാരണമായത്. അരുൺ പാറാട്ട് വിവരങ്ങളുമായി. അരുൺ, ഈ വാഹനാപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ. അനുജ, ഒമാനിലെ സോഹാറിന് സമീപമാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. ഇവിടെയുള്ള ലിവ റൗണ്ട് അബൌട്ടിൽ ഒരു ട്രക്ക് വാഹനങ്ങളിലേക്ക് ഇടിക്കുകയായിരുന്നു. ട്രക്ക് ഡ്രൈവർ നിയമം ലംഘിച്ച് എതിർ ദിശയിൽ വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ തൃശൂർ സ്വദേശിയായ സുനിൽകുമാർ ഉൾപ്പെടെ 3 പേരുടെ മരണമാണ് ഒമാൻ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്.
സുനിലും കുടുംബവും സഞ്ചരിച്ച വാഹനവും കൂട്ടിയിടിൽപ്പെടുകയായിരുന്നു. ഒരു സ്വകാര്യ കമ്പനിയിൽ HR ജീവനക്കാരനാണ് മരിച്ചത്. സുനിൽ 50 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. റെസിഡന്റ് കാർഡ് പുതുക്കാനായി കുടുംബത്തോടൊപ്പം ലിബയിൽ പോയി തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരിച്ച മറ്റു 2 പേർ സ്വദേശികളാണ്. ഇവരുടെ പേരുവിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സുനിലിന്റെ കുടുംബം ഉൾപ്പെടെ 15 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. 11 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ സുഹാൻ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നാണ് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ 2 ആഴ്ച മുൻപ് ഒമാനിലുണ്ടായ അപകടത്തിൽ 2 മലയാളി നേഴ്സുമാർ മരിച്ചിരുന്നു. അനുജ, ഒമാനിലുണ്ടായ വാഹനാപകടത്തിലാണ് മലയാളി ഉൾപ്പെടെ 3 പേർ മരണമടഞ്ഞത്. ഇനി ഇന്നുണ്ടായ ഏറ്റവും വേദനാജനകമായൊരു വാർത്തയിലേക്കാണ്. കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം. പാലക്കാട്ട് കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ മരിച്ചു. മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറമാൻ AV മുകേഷാണ് മരിച്ചത്. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയായിരുന്നു ആക്രമണം. പാർശ്വവത്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നിരവധി ലേഖനങ്ങൾ എഴുതിയ മാധ്യമപ്രവർത്തകനായിരുന്നു AV മുകേഷ്. മരണത്തിൽ മുഖ്യമന്ത്രിയും വനം മന്ത്രിയും അനുശോചിച്ചു. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, സാധാരണ ഇത്തരത്തിലേക്ക് കാട്ടാനാക്രമണത്തിൽ അകപ്പെടുന്നവരുടെ വിവരങ്ങളൊക്കെ അറിയിക്കാനായി നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ അങ്ങോട്ടേക്ക് പോവുകയും ആ ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ദൃശ്യം പകർത്തുന്നതിനിടെ ഒരു മരണം സംഭവിക്കുന്നു. അത് കൃത്യനിർവഹണത്തിനിടെ ഉണ്ടാകുന്ന മരണമാണ്. നിഖിലിനൊക്കെ ഏറെ വൈകാരികമായൊരു നിമിഷമാണ് എന്നറിയാം. തീർച്ചയായിട്ടും അനുജ, വളരെ ഞാൻ ഈ മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്ന കാലം മുതൽ തന്നെ പരിചയമുള്ള ഒരു സുഹൃത്താണ് മുകേഷ്. പരപ്പനങ്ങാടിയിലുള്ള ഒരു പ്രാദേശിക ചാനലിൽ ഞാൻ മുകേഷും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യ വിഷനിലേക്ക് മുകേഷ് പോകുന്നു. അവിടെ നിന്ന് മാതൃഭൂമിയിലേക്ക് എത്തുന്നു. 2014 മുതൽ മാതൃഭൂമിയിലായിരുന്നു മുകേഷ് ജോലി ചെയ്തു പോന്നിരുന്നത്. 1 വർഷം മുൻപാണ് പാലക്കാട് ബ്യൂറോയിലേക്ക് എത്തുന്നത്. അതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഈ വനവും വന്യമൃഗങ്ങളും ഒക്കെയായി വളരെ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ എടുക്കുക, അതിനോടൊക്കെ വലിയ താല്പര്യം കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മുകേഷ്. അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ജനതയ്ക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചിരുന്ന ഒരു രാഷ്ട്രീയം അയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള എഴുത്തുകൾ പലതവണ മാതൃഭൂമി.com പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അതിജീവനം എന്ന പേരിലാണ് ഈ എഴുത്തുകളെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നത്. അതിന്റെ 100ാം അധ്യായം പൂർത്തിയായതിന്റെ ആഘോഷമൊക്കെ സഹമാധ്യമ പ്രവർത്തകർ ചേർന്ന് സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോ രാവിലെ ഏതാണ്ട് 7:30-നും 8-നും ഇടയ്ക്കാണ് ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ നമുക്കറിയാം ട്രെയിൻ തട്ടി ഒരു കാട്ടാന ചെരിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ ഈ നിരന്തരം ജനവാസ മേഖലകളിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നൊരു വാർത്ത ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെയാണ് മുകേഷിനൊപ്പം ഉണ്ടായിരുന്ന റിപ്പോർട്ടറും ക്യാമറാമാനും ഈ ഡ്രൈവറും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. ഇതിന് ഇടയിലാണ് PT-14 എന്ന കൊമ്പൻ ഇവരുടെ മുന്നിൽ അകപ്പെടുന്നത്. സത്യത്തിൽ ഇത് റിപ്പോർട്ടർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ഈ ആന. അതിൽ നിന്ന് 2 പേർ ചിതറി ഓടുകയും പുറകിലുണ്ടായിരുന്ന മുകേഷിന് നേരെ ഈ ആന പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും പൊടുന്നനെ മുകേഷ് നിലത്ത് വീണു പോവുകയുമാണ് ഉണ്ടായത്. സഹായനായി എഴുന്നേറ്റ് ഓടാൻ കഴിയാതെ വരികയും തുടർന്ന് ആനയുടെ ആക്രമണത്തെ തുടർന്ന് മുകേഷിനെ ഗുരുതരമായി പരിക്കേൽക്കുകയുമായിരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ സഹപ്രവർത്തകർ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ഇപ്പോഴും പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. ഭാര്യ ഇപ്പോൾ ഇവിടേക്ക് പാലക്കാട്ടേക്ക് എത്തുന്നുണ്ട്. അവർ എത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതി എന്നുള്ള നിർദ്ദേശം അവർ മുന്നോട്ട് വെക്കുകയായിരുന്നു. അത് വളരെ വേദനയോട് കൂടിയാണെങ്കിലും സഹപ്രവർത്തകർക്കെല്ലാം തന്നെ അത് അംഗീകരിക്കേണ്ടി വന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ എത്തുന്നതുവരെ കാത്തിരിക്കാൻ തീരുമാനിക്കുന്നത്. ഇനിയിപ്പോൾ 6 മണി കഴിഞ്ഞ് അവർ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാസർഗോഡാണ് അവരുണ്ടായിരുന്നത്. 6 മണിക്ക് ശേഷമായിരിക്കും അവർ എത്തിച്ചേരുക എന്ന് അറിയിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനുശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കൂ. വൈകിയാലും പോസ്റ്റ്മോർട്ടം നടത്താമെന്ന് ആശുപത്രി സൂപ്രണ്ട് അടക്കം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മാതൃഭൂമിയുടെ പാലക്കാട് യൂണിറ്റിൽ പൊതുദർശനം ഉണ്ടായേക്കുമെന്ന് അറിയിക്കുന്നു. അതിനുശേഷമായിരിക്കും പരപ്പനങ്ങാടിയിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക. ചെറുപ്പത്തിലെ പിതാവിനെ നഷ്ടപ്പെട്ട മുകേഷ് സ്വന്തം നിലയ്ക്ക് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോയ ഒരു ചെറുപ്പക്കാരനാണ്. അത് വ്യക്തിപരമായും പ്രൊഫഷണലിയും എല്ലാം അറിയാവുന്ന ഒരാളായിരുന്നു. മാതൃഭൂമി കുടുംബവുമായി വളരെ അടുത്ത ബന്ധം, അതായത് മുതിർന്ന ജേർണലിസ്റ്റുകളുമായി അടക്കം വളരെ നല്ല അടുത്ത ബന്ധം മുകേഷ് കാത്തു സൂക്ഷിച്ചിരുന്നു. ഈ എഴുത്തുകൾ തന്നെയായിരുന്നു മുകേഷിനെ ഏറ്റവും അധികം ശ്രദ്ധേയനാക്കിയിരുന്നത്. ഒരു ക്യാമറമാൻ എന്നതിലുപരി മുകേഷിന്റെ എഴുത്തുകൾ എല്ലാവരാലും പ്രശംസിക്കപ്പെട്ട ഒന്നായിരുന്നു. അനുജ, പാലക്കാട്ടാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ മാതൃഭൂമി ന്യൂസിലെ AV മുകേഷ് കാട്ടാന ആക്രമണത്തിൽ മരണമടഞ്ഞത് ഏറ്റവും ദുഃഖമുണ്ടാക്കിയ ഒരു വാർത്തയാണ്. മുകേഷിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ 24ഉം പങ്കുചേരുന്നു.
മറ്റൊരു വാർത്ത. ലൈംഗികാതിക്രമ പരാതിയിൽ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന് പിന്തുണയുമായി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. ആരോപണം കെട്ടിച്ചമച്ചതെന്ന് CV ആനന്ദബോസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആനന്ദബോസിന് നിയമപരമായി സംരക്ഷണമുണ്ടെന്നും ഗവർണർ സ്ഥാനത്തിരിക്കുന്നയാളെ പ്രോസിക്യൂട്ട് ചെയ്യാനാകില്ലെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. നമ്മുടെ ഭരണഘടനയിലെ വ്യവസ്ഥ അനുസരിച്ച് അധികാരത്തിലിരിക്കുന്ന ഒരു ഗവർണറെ അല്ലെങ്കിൽ രാഷ്ട്രപതി ഈ രണ്ടു പേർക്കെതിരായി പ്രോസിക്യൂഷൻ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. അദ്ദേഹം ഇവിടെ വന്ന കേരളത്തിൽ വന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയമായ കൊടുക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നതാണ്, സംഭവം നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് കിട്ടിയിട്ടുള്ള വിവരം. മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.